നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സന്ധ്യ ആകുമ്പോൾ ഒരു ചെടിയുടെ മണം, ഒരു കപ്പ പുഴുങ്ങുന്ന മണം അനുഭവം ഉണ്ട്. പറമ്പിക്കൂടി നടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ മുത്തശ്ശിയാർ പറയുന്നത് പാമ്പിന്റെ മണമാണ്. പാമ്പ്, അത് പാമ്പിന് പേരുമുണ്ട്, ചേനത്തണ്ടൻ, അണലി, വട്ടക്കുറ, വായ് തുറന്നിരിക്കുന്നു. പിന്നെ കേരളത്തിൽ അണലിയുള്ള വാച്ച് കെട്ടിയിരിക്കില്ല 6 മണിയാകുമ്പോൾ ഒന്ന് വായും തുറന്നിരിക്കാനായി. എന്തൊക്കെ പൊട്ടതുള്ള പണ്ടത്തെ മുത്തശ്ശേരി തള്ളി വെച്ചിരിക്കുന്നത്. അത് പാമ്പ്, പക്ഷെ അത് ഇപ്പോഴും പറയും സുരേഷ്, എല്ലാവരും പറയും നല്ലതാണ്. പാമ്പിന്റെ മണമല്ല, അതൊരു ചെടി, പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചെടി. തലയിൽ താരൻ വരുമ്പോൾ തേക്കുന്നതല്ല, ചെറിയ പുല്ലാണ്, ചെടിയാണ്, കടുവിൻ്റെ അതിനുള്ള പൂവാണ്, കായാണ്. 4 മണിയാകുമ്പോൾ പൊട്ടി തുടങ്ങും, 6 മണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് വരും. അതായത് സന്ധ്യയ്ക്ക് മണം അനുഭവപ്പെടുന്നത്. പണ്ട് കാലത്ത് നമുക്ക് അനിവാര്യമായിരുന്നു. അവന് ഇന്നത്തെ പെൺമക്കളെക്കാളും പറഞ്ഞാൽ കേൾക്കാത്ത പെൺമക്കളായിരുന്നു പണ്ട്. നങ്ങേലിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? അമ്മ അച്ഛനും പറഞ്ഞാൽ കേൾക്കത്തെ. ഉണ്ണിയാർച്ച എന്താണ്? അമ്മ അച്ഛനും പറഞ്ഞാൽ കേൾക്കുക. അവർ രാത്രിയാകുമ്പോൾ ഒരു ഉറുമയെടുത്ത് കെട്ടിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കും. അപ്പം ഇങ്ങനെയുള്ള പെൺമക്കളെ അന്ന് ഇങ്ങനെ അല്ലാത്ത പെൺമക്കളെയും രാത്രി കാലങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു കഥ മാത്രമായിരുന്നു ഇത്. അന്ന് ഇത് അനിവാര്യമായിരുന്നു. അന്ന് ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ മാർഗമുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. വേറെ 5 എണ്ണം എന്ന് പറഞ്ഞാലും നിക്കർ പോലീസ് എന്ന് പറഞ്ഞാലും ഇവർക്കൊന്നും ഒരു മാനമില്ല. അവർക്ക് ഇതേ ഉള്ളൂ, പാമ്പിനെ പേടിയുള്ളൊരു കാര്യം. അന്നത്തെ കഥ അതാണല്ലോ.